നമ്മൾ ഇന്ന് ഏതാനും കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഈ കരുണയുടെ വ്യാപ്തിയെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലുതാണ്, എത്ര വിശാലമാണ്, എത്ര ഉന്നതമാണ് ദൈവത്തിന്റെ കരുണയെന്ന് വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ കരുണയുടെ വ്യാപ്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ കരുണയുടെ ഒരു അഭിഷേകം, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറയും. ജ്ഞാനത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. ജ്ഞാനം 12:13 നമ്മൾ കാണുന്നത് ഈ വലിയ യാഥാർത്ഥ്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. അപ്പോൾ ഏറ്റവും കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിലാണ്. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. ഈ ദൈവത്തെ വിട്ടിട്ടല്ല അല്പം കരുണയ്ക്ക് വേണ്ടി ആരുടെയെങ്കിലൊക്കെ പുറകെ നമ്മൾ ഓടുക. നമ്മൾ ആദ്യം തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്, കരുണ ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ടാണ് വചനം പറയുക, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റൊരാളെ നമുക്ക് കാണാൻ പാടില്ല, കാണാനില്ല. അതുകൊണ്ട് ഈ കരുണ, അതിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. കാണാൻ സാധിക്കും, ദൈവം കാരുണ്യവാനാണെന്ന് ദൈവം തന്നെ അരുൾ ചെയ്ത ഒരു വചനഭാഗമുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. ദൈവം ഉദ്ഘോഷിച്ച് മോശയുടെ മുമ്പിലൂടെ കടന്നുപോയ ഒരു കാര്യം, ഉദ്ഘോഷിച്ചത് തൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്, തൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഞാൻ കാരുണ്യവാനും കൃപാലുവും. ദൈവം കാരുണ്യവാനായ ദൈവമാണ്, ദൈവം കൃപാലുവായ ദൈവമാണ്. കോപിക്കുന്നതിൽ വിമുഖൻ. നമുക്കൊരുപക്ഷെ മുൻകോപവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ദൈവത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. നമ്മുടെ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ നമ്മൾ ഉദാരതയില്ലാത്ത ഒരവസ്ഥയായിരിക്കും. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, സ്നേഹത്തിന്റെ കാര്യത്തിലും വിശ്വസ്തതയുടെ കാര്യത്തിലും അത്യുദാരൻ. സ്നേഹം വേണോ, വിശ്വസ്തയോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നോ, നമ്മൾ ആദ്യം തിരിയേണ്ടത് ദൈവത്തിലേക്കാണ് എന്നത് നാം തിരിച്ചറിയണം. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നു. ദൈവം തന്നെ സ്വഭാവത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞതാണ്. അവിടുന്ന് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും എല്ലാം ക്ഷമിക്കും. ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പറയുണ്ട്, ദൈവകരുണയുടെ വ്യാപ്തി നമുക്ക് തിരിച്ചറിയാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. അത്ര വലുതാണ്, അത്ര വിശാലമാണ് ദൈവകരുണ എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യോനാ പ്രവാചകൻ ഈ ദൈവകരുണയെക്കുറിച്ച് വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യോന പ്രത്യേകം എടുത്തു പറഞ്ഞത് ദൈവത്തിന്റെ കരുണയെക്കുറിച്ചാണ്. യോനാ പ്രവാചകൻ, ഈ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം എടുത്താൽ നമുക്കിത് കാണാൻ പറ്റും. യോന 4-ന്റെ 2-ാമത്തെ വചനം. യോന ഏറ്റു പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞ ഒരു കാര്യം, നീ ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. 4 കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് പ്രത്യേകം യോനാ പ്രവാചകൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നീ ദയാലുവായ ദൈവമാണ്, കാരുണ്യവാനായ ദൈവമാണ്, ക്ഷമാശീലനായ ദൈവമാണ്, സ്നേഹനിധിയായ ദൈവമാണ്. പറയുണ്ട്, ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിയേണ്ടത് ദൈവത്തിലേക്ക് തന്നെയാണെന്ന് ഈ വചനഭാഗങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 103 8-ാമത്തെ വചനം എടുത്താൽ, ദൈവം ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. സങ്കീർത്തകനും ദൈവത്തെ അവതരിപ്പിക്കുന്നത് ആർദ്രഹൃദയനും കാരുണ്യവാനുമായിട്ടാണ്. അതാണ് 103-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. വീണ്ടും സങ്കീർത്തനം 145-ന്റെ
8-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. ഈ 3 കാര്യങ്ങള് സങ്കീർത്തകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവത്തെക്കുറിച്ച്. നീ കൃപാലുവായ ദൈവം, കാരുണ്യവാനായ ദൈവം, ക്ഷമാശീലനായ ദൈവം. 2 മക്കബായർ 6-ാം അധ്യായം 16-ാമത്തെ വചനവും ദൈവകരുണയുടെ വ്യാപ്തി എടുത്തു കാണിക്കുന്നു. 2 മക്കബായർ 6:16. ദൈവം ഒരിക്കലും തൻ്റെ കരുണ പിൻവലിക്കില്ല. പറയുണ്ട്, നാം പാപം ചെയ്തു പോയി, നമുക്ക് തെറ്റുകളും വീഴ്ചകളും വന്നു, അതിൻ്റെ പേരിൽ എന്നേക്കുമായി കരുണ പിൻവലിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഒരിക്കലും തൻ്റെ കരുണ പിൻവലിക്കില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം ദൈവകരുണയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മഹാകരുണ. ദൈവം കാണിക്കുന്നത് മഹാകരുണ. സാധാരണ ഒരു കരുണയെ സൂചിപ്പിക്കുന്നതല്ല എന്ന് നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റും. 2 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് സങ്കീർത്തനം 89:28, സങ്കീർത്തനം 89:28, അതുപോലെ യെശയ്യാ 54:10 വചനം. ഈ 2 വചനഭാഗങ്ങളും ഒരുപോലെ ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ അചഞ്ചലമാണ്. ചഞ്ചലിക്കുന്ന ഒരു സ്വഭാവം ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്കും ചഞ്ചലിപ്പുണ്ടാകത്തില്ല. അന്നും ഇന്നും എന്നും ഒരുപോലെ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ആ കരുണ അചഞ്ചലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 27:10 വചനം എടുത്താൽ കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണ അചഞ്ചലമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മറ്റു 2 വചനഭാഗങ്ങൾ ജെറമിയ 31:20, ജെറമിയ 31:20, പ്രഭാഷകൻ 5:6. ഈ 2 വചനഭാഗങ്ങളും ഒരേ രീതിയിലാണ് ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നിസ്സീമമായ കരുണയാണ്. നിസ്സീമമായ കരുണ. ദൈവം തന്നെ പറഞ്ഞതാണ് യാക്കോബിനോട്, ഇസ്രായേലിനോട്, എനിക്ക് നിന്നോടുള്ള കരുണ നിസ്സീമമാണ്. പറയുണ്ട്, ദൈവത്തിൻ്റെ ഈ കരുണ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കരുണയ്ക്കായി നമ്മൾ ആദ്യം തിരിയുന്നത് ദൈവത്തിങ്കിലേക്ക് തന്നെയായിരിക്കും. സങ്കീർത്തനം 103 11-ാമത്തെ വചനവും സങ്കീർത്തനം 36:5-6 വചനങ്ങൾ. ഈ 2 വചനഭാഗങ്ങൾ ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കുന്നത് മറ്റൊരു കാര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 103:11, 36:5 മുതൽ 7 വരെയുള്ള വചനഭാഗം. ദൈവകരുണ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത്. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകാശത്തിന്റെ ഉയരം, ഈ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 33:5 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, 33-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം, ദൈവത്തിന്റെ കരുണ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഈ ഭൂമിയിൽ ഏതറ്റത്ത് എന്നാലും ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുകൊണ്ട്, നമ്മൾ പ്രപഞ്ചത്തിന്റെ ഏത് അറ്റത്താണേലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുണയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നത് നാം തിരിച്ചറിയണം. ഇതെല്ലാം ചേർത്ത് സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. 36-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വചനം എടുത്താൽ അത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 36:7 വചനം പറയാണ്, ദൈവത്തിൻ്റെ കരുണ എത്ര അമൂല്യം, ദൈവത്തിൻ്റെ കരുണ എത്ര അമൂല്യം. ഇതാണ് നമ്മൾ ഇരുന്ന് ധ്യാനിക്കേണ്ടത്, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു ബോധ്യം. അങ്ങനെയുള്ളവർക്ക് ദൈവകരുണ പ്രാപിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ജീവിതത്തിലേക്കും സ്വഭാവത്തിലേക്കും പഠനങ്ങളിലേക്കും ഒക്കെ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
യോഹന്നാൻ 14:9 വായിച്ചാൽ യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 6:30 മുതൽ വായിച്ചാൽ വിശക്കുന്നവരോട് കരുണ തോന്നിയ ഒരു ദൈവമാണ് യേശുക്രിസ്തു. മത്തായി 6:34 വായിച്ചാൽ ഇടയനില്ലാത്ത ആടുകളോട് കരുണ തോന്നിയ ഒരു ദൈവമാണ് യേശുക്രിസ്തു. ലൂക്കാ 7:14 മുതൽ വായിച്ചാൽ മകൻ മരിച്ച ഒരു സ്ത്രീയോട് അലിവ് തോന്നി, കരുണ തോന്നി ആ മകനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്ന് ആ അമ്മയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാമത്തെ വചനം വായിച്ചാൽ കുഷ്ഠരോഗിയോട് കരുണ കാണിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു. എല്ലാ സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നു യേശു കരുണയുള്ള ദൈവമായിരുന്നു എന്നുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളും ദൈവം പരിഗണിച്ച് അതെല്ലാം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്ന്